ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇന്നത്തെ ആയാസം നാളത്തെ പ്രയാസം, ഇന്നത്തെ പ്രയാസം നാളത്തെ ആയാസം. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടുകളൊക്കെ നാളെ നമ്മുടെ ജീവിതം ഈസി ആക്കാനാണ് ഉപകരിക്കുക. അതുപോലെ ഇന്ന് നമ്മൾ ഈസി ആയ ഒരു ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ ശീലങ്ങളൊക്കെ ഈസി ആയിട്ടാണെങ്കിൽ നാളെ നമ്മുടെ ജീവിതം കഷ്ടപ്പാടിലേക്കാവും പോവുക. ഒരു ഉദാഹരണത്തിന്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കൃത്യമായി പഠിക്കുന്നില്ല, പരീക്ഷ ആവുന്നത് വരെ നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ മറ്റുള്ള കളികളിലും എല്ലാം ഏർപ്പെട്ടു സമയം കളയുകയാണ് എങ്കിൽ പരീക്ഷയുടെ സമയത്ത് നമുക്ക് കൃത്യമായി എഴുതാൻ കഴിയില്ല. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് നല്ല ജോലി ലഭിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ മൊബൈൽ നോക്കി ഒരുപാട് റീലും എല്ലാം കണ്ട് സമയം കളയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ ആ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ഭാവി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്യും. ഇന്ന് നമ്മൾ പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിച്ച് ഒരു തൊഴിൽ സ്വായത്തമാക്കി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വരികയും അതുപോലെ നമ്മുടെ ജീവിതം ആയാസകരമായി മാറുകയും ചെയ്യും. അതിന് പകരം ഇന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് പോയി പതിയെ പതിയെ നമുക്ക് പ്രായം കൂടുന്നു, ബാധ്യതകൾ വരുന്നു, പ്രാരാബ്ദങ്ങളാവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സമയം വൈകിയിട്ടില്ല, അപ്പോ പ്രായമായി എന്ന ചിന്തയൊന്നും ആവശ്യമില്ല, ഇനിയും ഒരുപാട് കാലം പോകാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ഏതാണോ ഇന്ന് നമുക്ക് വരുന്ന ചോയ്സ്, അതിലേറ്റവും ഹാർഡായ ചോയ്സ്, ഹാർഡ് എന്ന് വെച്ച് വെറുതെ കഷ്ടപ്പെടുകയല്ല, ഹാർഡായ ചോയ്സും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡായിട്ടുള്ള ചോയ്സും നല്ല ബെനിഫിറ്റ് ഉണ്ടാവുന്ന ചോയ്സുമാണ് അത് എങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാതെ തീർച്ചയായും അത് തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ആയാസം നാളത്തെ പ്രയാസത്തിലേക്കും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ ആയാസകരമായ ജീവിതത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. നമ്മുടെ ജീവിതത്തിലെ പല ചോയ്സുകളും വരുമ്പോൾ ഏറ്റവും പ്രയാസകരമായതാണെന്ന് കരുതി നമ്മൾ ഒഴിവാക്കാണ്ട് ആ പ്രയാസകരമായ ചോയ്സ് സെലക്ട് ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാകുമോ, ഭാവി ജീവിതം നന്നാവുമോ എന്ന് കണക്കാക്കി പഠിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോവുക. അതുപോലെ ആയാസകരമായ എൻജോയ്മെന്റ്സിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും മാക്സിമം പോകാണ്ട് നമ്മൾ നല്ല രീതിയിൽ കുറെ പ്രയാസമുള്ള വഴിയാണെങ്കിലും ഭാവി സുരക്ഷിതമാവുന്ന വഴി മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.